ഇന്ന് നാരങ്ങ റൈസ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് കടുകും ഉഴുന്നുപരിപ്പും ചുവന്ന മുളകും എല്ലാം ഇടുക. അപ്പോൾ ഇത് നന്നായിട്ട് പൊട്ടി വരുമ്പോഴാണ് നമുക്ക് കാഷ്യൂ നട്ട്സും ഗ്രൗണ്ട് നട്ട്സും ഒക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ഇനി നല്ല രീതിയിൽ മൂത്ത് വരുമ്പോൾ നമുക്ക് ഇഞ്ചി ഉണ്ടല്ലോ, ഇഞ്ചി നല്ല കുനുകുനേ അരിഞ്ഞ് ഇഞ്ചി ഇട്ട് മഞ്ഞൾപ്പൊടി ഇടുക, ഉപ്പിടുക, ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച വൈറ്റ് റൈസാണ് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം നല്ലപോലെ പൊടിച്ച് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം കായപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ വേവിച്ച് വെച്ച വൈറ്റ് റൈസിൻ്റെ ചൂടാറണം കേട്ടോ നന്നായിട്ട്. അപ്പോൾ നാരങ്ങ കഴിക്കുന്നതിന് മുന്നേ മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നാരങ്ങ റൈസൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് നാട്ടിൽ പോയിട്ട് വന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ആര്യ ഒരു കൂട് നിറയെ സാധനങ്ങൾ സ്നേഹം കൊടുത്തു വിട്ടിരിക്കുകയാണ് കേട്ടോ. ചമ്മന്തി മാലയും കമ്മലും ചമ്മന്തിപ്പൊടിയും പിന്നെ കുരുമുളക് അച്ചാറും പിന്നെന്താണ് അരിയുണ്ട, ചമ്മന്തിപ്പൊടി, ഉപ്പേരി, പിന്നെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു അരിയുണ്ടയാണ്. നല്ല സ്വാദം എല്ലാത്തിനും കേട്ടോ. അപ്പോൾ ആര്യയുടെ അമ്മ ഉണ്ടാക്കി കൊടുത്തു വിട്ടതാണ്. ഇത് നമ്മുടെ കുരുമുളക് അച്ചാറാണ്. അപ്പോൾ ഇന്ന് ഇത് കൂട്ടിയിട്ടാണ് ഞാൻ ലെമൺ റൈസ് കഴിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതും കൂട്ടി ചമ്മന്തിപ്പൊടിയൊക്കെ കൂട്ടി എല്ലാം നല്ല ടേസ്റ്റ്. അപ്പോൾ നാട്ടിൽ നിന്ന് വരുന്ന ഇതിൻ്റെയൊക്കെ ആ ഒരു സ്നേഹം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്.